ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു മേക്കപ്പ് ലുക്കാണ്. ഇതിൽ നമ്മൾ ആക്സസറീസ്, സ്റ്റൈലിംഗ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കുർത്ത വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇത് വേറെ ഡ്രസ്സിനൊപ്പം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ക്യാമറ ഓഫായി പോയത് അറിയാതെ എൻ്റെ മേക്കപ്പിൻ്റെ ഒരു ഭാഗം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാരമില്ല, ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. സ്കിൻ കെയർ എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ തുടങ്ങുന്നത് ഇതുപോലെ പൗഡർ അപ്ലൈ ചെയ്തിട്ടാണ്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഡെയിലി ബേസിൽ എനിക്ക് കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഇതുപോലത്തെ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഓയിലി സ്കിന്നാണ്. ചിലർക്ക് പൗഡർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലാണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്കിൻ കെയറിന് ശേഷം നിങ്ങൾക്ക് ബാക്കി സ്റ്റെപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പൗഡർ അപ്ലൈ ചെയ്തിട്ട് പോയാൽ പോലും ഉച്ചയാകുമ്പോൾ വീണ്ടും ഓയിലി ആയിട്ടുണ്ടാവും എൻ്റെ ഫേസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊളോസലിൻ്റെ കാജലാണ്. ഏത് കാജൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഐലൈനർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഔട്ടർ കോർണറിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാജൽ നമ്മൾ ഓഫീസ് മേക്കപ്പ് ലുക്കിനും അതുപോലെ തന്നെ കോളേജ് മേക്കപ്പ് ലുക്കിനും യൂസ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. വളരെ സിമ്പിളായിട്ട് ഡെയിലി വെയർ മേക്കപ്പിന് കാജൽ നന്നായിരിക്കും. നമ്മുടെ കണ്ണ് കുറച്ച് വലുതായിട്ട് തോന്നുന്നതായിട്ടും നമ്മൾ കുറച്ച് ലൈവ്ലി ആയിട്ടുള്ളതുപോലെ തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാജൽ യൂസ് ചെയ്യുന്നത്. ഐലൈനറിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കിട്ടും. പക്ഷേ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് ഫീൽ ആവുന്നത് കാജലിലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിവിടെ ഔട്ടർ കോർണറിൽ മാത്രം, അതായത് നമ്മുടെ കൃഷ്ണമണിയുടെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ കണ്ണ് നേരെ വയ്ക്കുമ്പോൾ ആ കൃഷ്ണമണിയുടെ ഹാഫ് പോർഷൻ വരും, അവിടെ വരെ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുകളിലും അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കങ്ങനെ വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ തന്നെ നമ്മുടെ കണ്ണ് നല്ല പോപ്പപ്പായിട്ട് ഇരിക്കും, നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ഐബ്രോ പാലറ്റിൽ നിന്ന് അതിൽ ബ്ലാക്ക് കളർ, ഗ്രേ ബ്ലാക്ക് ആ ഒരു ഷെയ്ഡിലുള്ള ഒരു ഷെയ്ഡുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. ചിലരുടെ ഐബ്രോസ് ബ്രൗൺ കളറായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അതിൽ ബ്രൗൺ അവൈലബിൾ ആണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണ് ആ ഒരു പാലറ്റ് വരുന്നത്. ദെൻ ഈ ഒരു ബ്രഷ് വേറെ നോർമലി ബ്രഷിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ്. അതിനോടൊപ്പം ഒരു കുഞ്ഞ് ബ്രഷ് വരും, അതെനിക്ക് ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നല്ല ബ്രഷാണ് കേട്ടോ. ആമസോണിൽ നിന്ന് മേടിച്ച നോർമൽ ഒരു ബ്രഷാണ്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ഗ്യാപ്പ് മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്, വരച്ചൊന്നും കൊടുക്കാറില്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മൾ പാർട്ടി ലുക്കൊക്കെ ആണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ്പിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ മേലും ചെറിയൊരു ഐ ഷാഡോ പോലെ കൊടുക്കാം. എപ്പോഴും ന്യൂട്രൽ കളർ വേണം കൊടുക്കാനായിട്ട്. നമുക്ക് ഒരു പിങ്ക് കളറൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഡെയിലി വിയർ ഓഫീസ് മേക്കപ്പിനൊക്കെ അതാണ് നന്നായിരിക്കുക. ഓക്കെ, മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് കുറച്ച് ഫ്രഷ് ആയിട്ടും കുറച്ചുകൂടെ നമ്മുടെ ജീവനുള്ളത് മാതിരി തോന്നും. നമ്മളിപ്പം ഇൻ കേസ് നമുക്ക് എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഫേസ് ഫ്രഷ് ആയിട്ടിരിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുന്നത്. കണ്ണ് ഫ്രഷ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് തന്നെ കുറച്ചുകൂടെ ലൈവ്ലി ആയിട്ട് അട്രാക്റ്റീവായിട്ട് ഫീൽ ആവും. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു സ്പൂളി വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്നറിയാമോ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഐബ്രോസ് നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ മുഖമൊക്കെ തോർത്തുമല്ലോ, അപ്പോഴേക്കും മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒന്ന് കോംബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുടി പോലെയല്ല നമ്മുടെ ഐബ്രോസ്, ഇതിങ്ങനെ തന്നെ ഇരിക്കും. വൈകുന്നേരം വരെ കറക്റ്റ് സ്ട്രക്ചറിൽ അങ്ങനെ ഇരുന്നോളും. ഒത്തിരി നമ്മൾ കൈ കൊണ്ടൊക്കെ അങ്ങനെ ആക്കുകയാണെങ്കിൽ മാത്രമേ പോവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആവും. ഓക്കെ, അതിനുശേഷം കുർത്ത ആയതുകൊണ്ട് ഔട്ട്ഫിറ്റ് ഞാൻ ഒരു കുഞ്ഞ് പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. കുർത്തയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കൂ. അതിനുശേഷം നമുക്കിനി മുടി കെട്ടിക്കൊടുക്കാം. അതിനായിട്ട് നമ്മൾ കുളിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മുടി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ ഹെയർ സ്റ്റൈൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ സിമ്പിളായിട്ട് ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരേ ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും. ചിലർക്ക് അതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാനാണ് ഇഷ്ടം. ഏതാണോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പ്രിഫറൻസ് അത് നോക്കി ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പോകുന്ന ടൈമിൽ ലൂസ് ഹെയർ ഇട്ടിട്ട് പോയാൽ നല്ലതായിരിക്കും കേട്ടോ. കാര്യം
ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ, അപ്പോൾ കുറച്ച് ഭംഗിയായിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ ഡേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം നമുക്കതൊരു ക്ലച്ച് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഞാനിവിടെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ന്യൂഡ് കളറുള്ള ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടും എല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട് ഓഫീസിൽ. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ദെൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലാകുന്ന ആ ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതൊരു ന്യൂഡ് കളറാണ്, അതുകൊണ്ടാണ് കേട്ടോ കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു പിങ്ക് ഷെയ്ഡൊക്കെ വരാണെങ്കിൽ നമുക്ക് ബ്ലഷായിട്ടും യൂസ് ചെയ്യാം. എന്നാൽ ഭയങ്കരമായിട്ട് പിങ്കി ആവണ്ട, എപ്പോഴും സട്ടിലായിട്ട് ന്യൂഡായിട്ടിരിക്കുന്നതായിരിക്കും ഭംഗി. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അങ്ങനത്തെ മേക്കപ്പ് ഇഷ്ടമാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആക്സസറൈസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ കരുതുന്നത് നല്ലതായിരിക്കും. ബാങ്കിൾ ഓൾസോ നല്ലതാണ്, ബട്ട് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത് വാച്ച് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഞാൻ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടൊരു ചുമ്മാ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ പെർഫ്യൂമും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ബാഗ്, നമ്മുടെ ഫുഡ് വെയർ, അതുപോലെ തന്നെ നമ്മുടെ പെർഫ്യൂം, ഇത്രയാണ് നമ്മൾ ഓഫീസിൽ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സോർട്ടഡ് ആണ് കേട്ടോ. പിന്നെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും, അത്രയും ഉണ്ടെങ്കിൽ മതി. ബാക്കിയെല്ലാം എല്ലാവരുടെയും ഉണ്ടാകുന്ന സാധനങ്ങളാണ്, സിമ്പിൾ ഐറ്റംസ് ആണ്. അപ്പോൾ ഞാനൊരു ക്ലച്ച് ക്ലിപ്പ് കൂടെ എടുത്ത് വയ്ക്കാറുണ്ട്. കാര്യം നമ്മൾ മുടി ഇങ്ങനെ പിരിച്ചിട്ടിട്ട് പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കെട്ടി വയ്ക്കാൻ തോന്നും. ഒബ്വിയസ്ലി നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ മുടിയും കൂടെ നമുക്ക് ഡിസ്റ്റർബൻസ് ആവുമല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ബാഗും കൂടെ എടുക്കുക. നിങ്ങൾ ഏത് ബാഗാണോ കൊണ്ടുപോകുന്നത് അതും കൂടെ എടുത്തിട്ട് നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന രീതിയിൽ ബാഗ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പും ഫോണും എല്ലാം വയ്ക്കുന്ന രീതിയിൽ ഒറ്റ ബാഗ് നമ്മൾ എല്ലാ ഔട്ട്ഫിറ്റിനും ചേരുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് തന്നെ ബാഗ് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷനൊന്നുമില്ല, അതല്ലേ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ചില ഓഫീസിലൊക്കെ ലാപ്ടോപ്പ് കൊടുത്തിട്ട് ആ ബാഗ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളതും നിങ്ങളുടെ സാഹചര്യം അതുപോലെ ചെയ്യുക. എപ്പോഴും പ്ലസൻ്റായിട്ട് ഹാപ്പി ആയിട്ട് ചില്ലായിട്ടിരിക്കുക. എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടേതായ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓഫീസ് ലുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ടും ഇതുപോലത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.